ജമ്മു കശ്മീരിലെ ദോഡയിലും ഭട്ട മേഖലയിലും സുരക്ഷാ സേനയും ഭീകരരും ഏറ്റുമുട്ടൽ തുടരുന്നു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ ജമ്മു കശ്മീരിലേക്ക് ഭീകരർ കടന്നെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട്. അതേസമയം ജമ്മു കശ്മീരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ രംഗത്ത് വന്നു. വിഷയം 22-ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയേക്കും. ജമ്മു മേഖലയിൽ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ 50-ലധികം ഭീകരർ പാക് സൈന്യത്തിന്റെ സഹായത്തോടെ നിയന്ത്രണ രേഖ കടന്നുവെന്നാണ് റിപ്പോർട്ട്. ഹിരാനഗർ മേഖലകളിലൂടെയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് സംശയം. ജമ്മു കാശ്മീരിൽ വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നടത്തുന്നതിന് ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നതായാണ് വിവരം. ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ നിരീക്ഷണത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണോ ഈ നീക്കമെന്ന് സൈന്യം സംശയിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ഡോഡയിലെ 2 ഭീകരരുമായി വീണ്ടും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. ഭട്ട മേഖലയിലെ 2 ഗ്രാമങ്ങളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. വനമേഖലയിൽ 5-ലധികം ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് വിവരം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.